Hi guys, welcome back to my YouTube channel. So yeah, this is probably the first vlogging that I'm doing on my channel. ഇതിനു മുന്നേ ഞാൻ 2 മ്യൂസിക്കൽ ആൽബം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഷോർട്സ് ഇങ്ങനെ ഇടാറുണ്ട്. അത് അല്ലാണ്ട് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വ്ളോഗിങ് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മൾ അമ്പലപ്പുഴ അമ്പലത്തിൽ പോവാണ്. പെട്ടെന്നൊന്നൊരു ഡിസിഷനാണ് കേട്ടോ. ചില കാര്യങ്ങൾ പറയാറില്ലേ, ചില അമ്പലത്തിൽ പോകുമ്പോൾ ദൈവം വിളിക്കുമ്പോഴേ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുള്ളൂ. അതുപോലെ ദൈവം എന്ന് വിളിച്ചത് രസമാണ്. അപ്പൊ ഇന്ന് പോവാണ് എല്ലാവരും കൂടി. അപ്പൊ ഞാൻ വിചാരിച്ചു വൈ നോട്ട് വ്ലോഗ്. എനിക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായി, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതിനുള്ള ടൈം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ എന്താ ഓൾറെഡി റെഡി ആയിട്ടുള്ള ഞാനാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് പോയിട്ട് വരാം. നമ്മൾ കറക്റ്റ് ഒരു രാവിലെ 7:30 ആയപ്പോഴത്തേക്കുമാണ് കേട്ടോ ഇറങ്ങിയത്. അമ്മ ഗേറ്റൊക്കെ ലോക്ക് ചെയ്തിട്ട് വണ്ടിയിൽ കയറിയാണ്. അച്ഛൻ ബിസിനസ്സിൻ്റെ ഒരു ട്രിപ്പായിട്ട് മൂന്നാറായിരുന്നു, അപ്പോൾ അച്ഛൻ ഉണ്ടായില്ല. ബാക്കി നമ്മളെല്ലാവരും ഉണ്ടായി. അപ്പോൾ അച്ഛൻ്റെ കമ്പനിയിൽ നിന്ന് തന്നെ ഒരു ടാക്സിയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടാണ് അച്ഛൻ ട്രിപ്പിന് പോയത്. ഇതെൻ്റെ അനിയനാണ് ഗൈസ്. ഇവൻ്റെ എക്സാം റിസൾട്ട് വരും 2 ദിവസത്തിനുള്ളിൽ. അതിനൊരു ടെൻഷനാണ് കേട്ടോ അവൻ്റെ മുഖത്തുള്ളത്. സോ നമ്മൾ ആദ്യം എണ്ണിച്ച് പിടിച്ച് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നല്ല ട്രാഫിക് ഉണ്ടാവാനായിട്ട് സാധ്യതയാണ്, കാരണം ഇതൊരു വീക്കെൻഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് സീനിക് ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് പോകാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കട്ട് എടുത്താണ് പോയത്. കറക്റ്റ് ഒരു 1.5-1.25 മണിക്കൂറിനുള്ളിൽ നമ്മൾ സ്ഥലത്തെത്തിയിട്ടോ. അവിടെ ചെന്നപ്പോൾ തന്നെ ഉണ്ടല്ലോ, ഞാൻ ഷോർട്സിൽ പറഞ്ഞ പോലെ നമുക്ക് ആ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ്റെ പാട്ടാണ് ആദ്യം മൈൻഡിലോട്ട് വരണേ. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ, ത്രിമധുരവും തൃക്കൈ വെണ്ണയും അമ്പലപ്പുഴ പാൽപ്പായസമാണ് ഇവിടുത്തെ മെയിൻ പ്രസാദം എന്ന് പറയുന്നത്. പാൽപ്പായസത്തിൽ മധുരം ചേർക്കാറാവുമ്പോൾ പുറത്ത് നിന്ന് വാസുദേവ എന്ന ഉച്ചത്തിലൊരു വിളിയുണ്ട്. അത് കേൾക്കുമ്പോൾ കണ്ണൻ ഓടി വരുമത്രേ. അങ്ങനെ ചില ചെറിയ ആചാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ക്ഷേത്രത്തിൽ. എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കാം നമുക്ക് ആ സ്ഥലം അത്രയും ഭംഗിയുള്ളതും പ്രിയപ്പെട്ടതും ഒക്കെ ആയി തോന്നാൻ കാരണം. ഇവിടെ പോകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വെളുപ്പിന് 3 മണിക്കായിട്ട് നട തുറക്കും കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിലും അമ്പലത്തിൻ്റെ പുറത്തുമായിട്ട് കൗണ്ടർ ഉണ്ട്. നമുക്ക് പ്രസാദം വാങ്ങിക്കാനായിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് കുറച്ചും കൂടി നമുക്ക് വില കുറച്ചൊക്കെ തരും. ഇനി ഈ പ്രസാദം വാങ്ങിച്ചിട്ടാട്ടെ നമുക്ക് പെട്ടെന്ന് കഴിക്കാനൊന്നും പാടില്ല കേട്ടോ. ഭഗവാന് സമർപ്പിക്കണം. അതിനുശേഷം ഭഗവാനെ നീതിച്ച പ്രസാദമാണ് നമ്മൾ കഴിക്കേണ്ടത്. ആ ഒരു ടൈം കൊണ്ട് ഞാൻ പുള്ളീനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തൊഴുതങ്ങി ഇറങ്ങി. അവിടുത്തെ കുളം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്ത് വലിയ കുളമാണെന്നറിയോ? ഇത്രയും വലിയൊരു കുളം ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് വെള്ളം കണ്ട അപ്പം കാല് നനക്കണം, അതിൻ്റെ ഒരു ശീലമാണ്. ആ ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ വെണ്ണ കിട്ടിയിട്ടോ. കാണുമ്പോൾ തന്നെ എന്ത് കൊതിയാവുമെന്നറിയോ കഴിക്കാനായിട്ട്. ഞാൻ പിന്നെ അമ്മ ചേട്ടനായിട്ട് പായസത്തിൻ്റെ റെസിപ്റ്റ് എഴുതാനായിട്ട് ക്യൂ നിൽക്കുകയാണ്. സോ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവർ വരാനായിട്ട്. എങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ ഞാൻ കഴിക്കും. അടിപൊളിയോ? ഇതിനകത്തും വെണ്ണയാണ്, വെണ്ണയാണല്ലോ ഇത്, മൊത്തം വെണ്ണയാണ്. അടിപൊളി. എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ ഇത്. നിങ്ങൾ കഴിച്ച് തന്നെ അതിൻ്റെ ഒരു അത് അനുഭവിക്കണം. എനിക്ക് പറഞ്ഞു തരാൻ എനിക്ക് ഇങ്ങനെ അറിയത്തില്ല, അത്ര അടിപൊളിയാണ്. സൂപ്പറാ. ഇവിടെ കഴിക്കാൻ പോയത് ഭക്ഷണം ഉണ്ടോ? അതിൻ്റെ ഇടയ്ക്കൂടി അവിടെ ആരോ അന്നദാനത്തിനെ പറ്റി സംസാരിക്കുന്നുണ്ടായിട്ടോ. അപ്പം എൻ്റെ അമ്മ ചോദിക്കുക ഇവിടെ ഭക്ഷണം ഉണ്ടോ എന്നൊക്കെ. അങ്ങനെ അമ്മ നമ്മൾക്ക് പണ്ടത്തെ ഉണ്ണിക്കണ്ണൻ്റെ കഥകളൊക്കെ പറഞ്ഞു തന്ന് നമ്മൾ പ്രസാദമൊക്കെ കഴിച്ച് ഭയങ്കര ഹാപ്പിയായി. ഞങ്ങളെല്ലാവരും നേരെ പോയത് അവിടെ അടുത്തുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലോട്ടാണ് മസാല ദോശ കഴിക്കാനായിട്ട്. ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പാൽപ്പായസത്തിന് റെസിപ്റ്റിൽ എഴുതി കഴിഞ്ഞാലും ഇതിനൊരു 2 മണിക്കൂറിന് ശേഷം നമുക്ക് കയ്യിൽ കിട്ടുള്ളൂ സംഭവം. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഭഗവാനെ നീതിക്കാനും പഞ്ചസാര അടിയുന്നല്ല ഒരു ആചാരപരമായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ടൈം എടുക്കും. സോ നമ്മളിങ്ങനെ ഫുഡ് കഴിച്ച് ഇറങ്ങി, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നല്ല മഴയാണ് ഇവിടെ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ എന്തോ മഴ നനഞ്ഞൊരു അമ്പലപ്പുഴ കൂടി കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായി. ആ അമ്പലവും മഴയും ആ ഒരു ഫീൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവിടുത്തെ ഭജനയും കേട്ട് ആ മഴയും ആസ്വദിച്ച് എത്ര നേരം വേണമെങ്കിലും എനിക്ക് ഇരിക്കാൻ പറ്റും. ഇതാണ് ആ ഫീല്. ഓഹ് എൻ്റെ അമ്മേ. ആൻഡ് ഫൈനലി പാൽപ്പായസം കയ്യിൽ കിട്ടി ഗൈസ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.